എം ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നാവറവള്ളക്കാട്ടിലെ രണ്ടാമത്തെ ദിനമാണ്. ഈ ദിനം ഇവിടുത്തെ കാഴ്ചകൾ പകർത്തി നമ്മളിവിടെ നേരെ കബനിക്ക് പോവുകയാണ്. പുതിയ കാഴ്ചകളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും. കടുവയും പുലിയും കരടിയുമുള്ള കാട്ടിൽ സഫാരി പോയ ഞങ്ങളുടെ ജീപ്പ് പഞ്ചറായി കാട്ടിൽ കുടുങ്ങിയ യാത്ര. നാനച്ചി ഗേറ്റിൽ രാവിലെ എത്തി ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. JLR വണ്ടിയിൽ ഇടം പിടിച്ച സഫാരിയാണ്. ഒരു ജീപ്പിന് ആളുണ്ടായിരുന്നതിനാൽ എക്സ്ട്രാ ജീപ്പ് എടുത്താണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഒരാൾക്ക് ഏകദേശം 800 രൂപയാണ് അവർ ഈടാക്കിയത്. ക്യാമറയ്ക്ക് വേറെ ചാർജും ഈടാക്കി. JLR വണ്ടിയിൽ യാത്ര തുടങ്ങുമ്പോൾ കബനിയിൽ വെച്ച് കണ്ടുപരിചയമുള്ള കർണാടകക്കാരൻ സുഹൃത്തിനെ നമ്മുടെ വണ്ടിയിൽ കാണുവാനിടയായി. അത് നമ്മുടെ ഒരു സെൽഫി വീഡിയോ എടുക്കുന്ന സമയത്ത് പുറയിലിരിക്കുന്ന ആളെ കണ്ടത്. ആൾ വണ്ടിയിൽ കയറി ഞാൻ കണ്ടിരുന്നില്ല. ആളോട് കുശലം പറഞ്ഞ് വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ നേരം വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാടിനുള്ളിൽ വണ്ടി എത്തുമ്പോൾ കുളത്തിൻ്റെ കരയിൽ കാട്ടുതാറാവും മയിലും എല്ലാം കാഴ്ചകളാകുന്നുണ്ടായിരുന്നു. കുറച്ച് മാറിയായി മുന്നിൽ കാട്ടുപോത്തുകൾ, അതായത് ഇന്ത്യൻ ഗോർ, കൂട്ടമായി മുന്നിലുള്ള വഴി കടക്കുവാൻ ശ്രമിക്കുകയാണ്. ആദ്യം വഴി കടന്നത് അമ്മയും കുഞ്ഞുമായിരുന്നു. തൊട്ടടുത്ത മരത്തിൽ മയിലിൻ്റെ ഗംഭീര കാഴ്ചയും ഉണ്ടായിരുന്നു. കാട്ടുപോത്തിൻ്റെയും മയിലിൻ്റെയും കാഴ്ചകൾ മാറി മാറി പകർത്തുമ്പോൾ അമ്മയുടെ പാൽ കുടിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു കുഞ്ഞൻ കാട്ടുപോത്ത്. ആ കാഴ്ച പകർത്തുമ്പോൾ കൂടെയുള്ളവ വഴി കടക്കാതെ മറുവശത്ത് നിൽക്കുന്നുമുണ്ടായിരുന്നു. ഈ കൂട്ടത്തിൻ്റെ തലവൻ വണ്ടി വരുന്നത് കണ്ട് പുറകോട്ടോടി കാട് കയറാൻ ശ്രമിക്കുന്നുമുണ്ട്. കാട്ടുപോത്തിൻ്റെ കൂട്ടം മരത്തണലിൽ തലവനെ കാത്തു നിൽക്കുമ്പോൾ കുഞ്ഞൻ കാട്ടുപോത്ത് അമ്മയുടെ പാല് ചുരുത്തുവാൻ തുടങ്ങിയിരുന്നു. അവയെ നന്നായി ആസ്വദിച്ചും പകർത്തിയും കുറേ സമയം. അതിനുശേഷം പതിയെ വണ്ടിയെടുത്ത് കുറച്ചു ദൂരം മുന്നോട്ട് ചെല്ലുമ്പോൾ ആ വലിയ സംഭവം ഉണ്ടായത്. നമ്മുടെ വണ്ടിയുടെ ടയർ പഞ്ചറായി.
കൊടും കാടാണ്. ടയർ മാറ്റാതെ മുന്നോട്ട് പോകാൻ ഒരു തരവുമില്ല. കടുവകൾ സ്ഥിരമായി സാന്നിധ്യമുള്ള സ്ഥലമാണ് വണ്ടി കിടക്കുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങണം. കാരണം ടയർ മാറ്റാതെ ഒരു രക്ഷയുമില്ല. ഒരു JLR വണ്ടി വന്ന് നമുക്ക് കാവൽ കുറച്ച് സമയം കിടന്നു. അതിനുശേഷം സമയക്കുറവുള്ളതിനാൽ അവർ പോയി. ഈ സമയം ചുറ്റുപാടും നിരീക്ഷിച്ച് പല കാഴ്ചകളും ഞങ്ങൾ പകർത്തി. എവിടെയോ അലാം കോളുകൾ മുഴങ്ങുന്നുണ്ട്. തൊട്ടടുത്ത് എവിടെയോ കടുവയുടെ സാന്നിധ്യവുമുണ്ട്. ഈ സമയത്തുകൂടി ചുറ്റുപാടും നന്നായിട്ട് നിരീക്ഷിച്ച് കാഴ്ചകൾ നമ്മൾ പകർത്തുന്നുണ്ടായിരുന്നു. എവിടെയൊക്കെയോ അലാം കോളുകളുടെ ശബ്ദം മുഴങ്ങി കേൾക്കുന്നു. മുന്നിൽ ഒരു മരത്തിൽ മയിലിൻ്റെ ദൃശ്യങ്ങൾ പല രീതിയിൽ പകർത്തുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയറെല്ലാം മാറി സെറ്റായിരുന്നു. വീണ്ടും വണ്ടിയിൽ കയറി ഞങ്ങൾ മുന്നോട്ട് ചെല്ലുമ്പോൾ മുന്നിൽ ബാർക്കിംഗ് ഡിയർ കാഴ്ചയായി. ഇണകളാണ്. ശബ്ദം കേട്ട് തല പൊക്കി നോക്കി നിമിഷങ്ങൾക്കുള്ളിൽ അവൻ നമ്മുടെ വണ്ടിക്ക് പുറകുവശം വഴി പാഞ്ഞു. വളരെ നാണം കുണുങ്ങി ജീവിയാണിവ. മുന്നിൽ പാഞ്ഞ് ഇണയുടെ പുറകെ മറ്റേതും അതേ വഴിക്ക് തന്നെ ശരവേഗത്തിൽ പാഞ്ഞു. ബാർക്കിംഗ് ഡിയറിൻ്റെ കാഴ്ചയിൽ നിന്നും മലയണ്ണാൻ്റെ കാഴ്ചയിലേക്ക് നമ്മുടെ വണ്ടി എത്തുമ്പോൾ മുന്നിൽ എവിടെയോ വീണ്ടും അലാം കോളുകൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. മലയണ്ണാൻ്റെ ആ കാഴ്ചയിൽ നിന്ന് തൊട്ടു മുന്നിലുള്ള കാട്ടുപോത്തിൻ്റെ കാഴ്ചയിലേക്ക് ക്യാമറകൾ ചലിക്കുമ്പോൾ അലാം കോളുകൾ കേട്ട ആ വശത്തേക്ക് എൻ്റെ കണ്ണുകൾ ചലിക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷങ്ങൾ കണ്ണ് മിന്നി മറഞ്ഞു. എൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ വണ്ടിയുടെ മുന്നിൽ കൂടി ദൂരെയായി ആ വലിയ കാഴ്ച ഓടിക്കാട് കയറുകയാണ്. കണ്ണിന് മുന്നിൽ കണ്ട ആ കാഴ്ചയിലേക്ക് നമുക്ക് ഓടിയെത്തുവാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് മഞ്ഞിൽ കറുത്ത വരകളുള്ള ആ വലിയ കാഴ്ച കാട് കയറിപ്പോയിരുന്നു. കടുവ കാഴ്ചകൾ മാത്രമല്ല, നമുക്ക് മുന്നിലെത്തുന്ന പല കാഴ്ചകളും ക്യാമറയ്ക്കുള്ളിൽ പ്രവേശിക്കാതെ കണ്ണിന് മാത്രം കാഴ്ചകൾ നൽകി കടന്നുപോകും. കണ്ണിൻ്റെ പവറുള്ള ഒരു ക്യാമറ
ഭൂമിയിൽ ഇന്നേ വരെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് ആ ഒരു തിരിച്ചറിവാണ് വീണ്ടും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാട് കയറി കടുവയ്ക്ക് പിന്നാലെ നമ്മളും സമയം അവസാനിച്ച് മടങ്ങുകയാണ്. മുന്നിലുള്ള ക്രസ്റ്റഡ് ഹോക്കികളിനെ നന്നായി തന്നെ പകർത്തി സഫാരി പോയിന്റിലെത്തി ഇവിടെ നിന്ന് HD കോട്ടയ്ക്ക് മടങ്ങുകയാണ്. ഇന്ന് വൈകിട്ട് മുതൽ കബനിയിലാണ്. നാറുള്ള കാടിൻ്റെ പച്ചപ്പുള്ള മുഖത്തു നിന്ന് മറ്റൊരു മുഖത്തേക്കുള്ള യാത്രയിലാണ്. നാനാച്ചി മുതൽ HD കോട്ട വരെയുള്ള നീണ്ട കാട് യാത്ര. ആ കാട് കണ്ട് മടങ്ങട്ടെ. ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വിലപ്പെട്ടതാണ്. തുറന്ന മനസ്സാൽ കമൻറ്റുകളായി അവയെ അറിയിക്കുക. പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും എത്തുന്നതാണ്. സ്നേഹത്തോടെ ജൂബി കരിക്കാടൻ MTI.